എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഭൗമ ഉപരിതല സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഇന്ത്യയെ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? 4 തരംതിരിച്ചിരിക്കുന്നത്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശം മെയിൻലാൻഡിന്റെ അക്ഷാംശ വ്യാപ്തി. 8 ഡിഗ്രി 4 നോർത്തും 37 ഡിഗ്രി 6 നോർത്തും. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾ ഉൾപ്പെടെ 6 ഡിഗ്രി 45 നോർത്തും 37 ഡിഗ്രി 6 നോർത്തും. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 68 ഡിഗ്രി 7 ഈസ്റ്റും 97 ഡിഗ്രി 25 ഈസ്റ്റും. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഉത്തരായന രേഖ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 സംസ്ഥാനങ്ങളാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4% ഇന്ത്യ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം 15,200 കിലോമീറ്ററാണ് ഇന്ത്യയുടെ കര അതിർത്തിയുടെ ദൈർഘ്യം. ഇന്ത്യയുടെ സമുദ്രതീരത്തിന്റെ ദൈർഘ്യം 7,516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ സമുദ്രതീരത്തിന്റെ ദൈർഘ്യം. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.7%. വലിപ്പത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിങ്ങനെ 7 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2 രാജ്യങ്ങളാണ് ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്നത്. ശ്രീലങ്കയും മാലദ്വീപും. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലദ്വീപാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്.
ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. മറ്റു അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം. മറ്റു അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 16 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് മറ്റ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ എന്നിവയാണ് 16 സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം നാഗാലാൻഡാണ്. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഒരേയൊരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഒരേയൊരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സിക്കിമും മേഘാലയയുമാണ്. സിക്കിം പശ്ചിമ ബംഗാളുമായിട്ടും മേഘാലയ ആസാമുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. രാജ്യത്തിന്റെ ഭൂവിഭാഗത്തിന്റെ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ. രാജ്യത്തിന്റെ ഭൂവിഭാഗത്തിന്റെ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളാണ് അവരുടെ രാജ്യത്തിന്റെ ഭൂവിഭാഗത്തിന്റെ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ജമ്മു കശ്മീർ എന്നിവയാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മിസോറാം, ത്രിപുര, മേഘാലയ, അസം, പശ്ചിമ ബംഗാൾ എന്നിവയാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ചൈനയുമായി അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം. ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ കടൽ തീരമുള്ളത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ എന്നിങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് ഇന്ത്യയിൽ കടൽ തീരമുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2, ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന 8611 മീറ്റർ ഉയരമുള്ള മൗണ്ട് K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോരം പർവ്വതനിരയിലാണ് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് കടൽ തീരം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം. ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്ത സംസ്ഥാനം തെലങ്കാനയ്ക്കാണ് ദക്ഷിണേന്ത്യയിൽ തീരപ്രദേശം ഇല്ലാത്തത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ചിൽക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാംഭർ തടാകമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം. സാംഭർ തടാകം. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സ്വാഭാവിക അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര. കാരക്കോറം പർവ്വതനിരയാണ് അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സ്വാഭാവിക അതിർത്തിയായി നിലകൊള്ളുന്നത്. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം. സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കില ചുരമാണ് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നത്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം നാഥുല ചുരമാണ് സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കാരക്കോറം ചുരമാണ് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്നത്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിൻ ഹിമാനിയാണ് കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നൂബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. സിക്കിമിലെ 8586 മീറ്റർ ഉയരമുള്ള കാഞ്ചൻജംഗയാണ് ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവി. ഉത്തരാഖണ്ഡിലെ 7817 മീറ്റർ ഉയരമുള്ള നന്ദാദേവിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ. ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ. ജമ്മു കശ്മീരിന്റെയും ലഡാക്കിന്റെയും വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതമേഖല ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയമാണ് ജമ്മു കശ്മീരിന്റെയും ലഡാക്കിന്റെയും വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതമേഖല. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക് പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പീഠഭൂമി. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പീഠഭൂമി
ലഡാക്ക് പീഠഭൂമിയാണ് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക സംസ്ഥാനം. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക സംസ്ഥാനം. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാലയമാണ്. വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകൾ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാലയത്തിന്റെ നട്ടെല്ല് ഇന്നർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയ എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് ഇന്നർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയ എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര. ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഹിമാചൽ. ഹിമാചലാണ് ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മ്യാൻമറുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന പർവ്വതനിര പൂർവാചൽ. ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ മലനിരകൾ എന്നും അറിയപ്പെടുന്ന പൂർവാചൽ ആണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മ്യാൻമറുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന പർവ്വതനിര. ഹിമാലയത്തിന്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പടുക്കായി നിരകൾ എന്നറിയപ്പെടുന്ന പർവ്വതനിര പൂർവാചലാണ്. ഹിമാലയത്തിന്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പടുക്കായി നിരകൾ എന്നറിയപ്പെടുന്ന പർവ്വതനിര. ലൂഷായ് കുന്നുകൾ, മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ലൂഷായ് കുന്നുകൾ, മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാമിലാണ്. ലൂഷായ് കുന്നുകൾ, മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് മിസോറാം. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയയിലാണ്. ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറാം. മേഘാലയയിലെ മൗസിൻറാമിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സംസ്ഥാനം. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്റ. ചിറാപുഞ്ചിയാണ് ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശമെന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം അഗുംബെ. കർണാടകയിലെ അഗുംബെയാണ് ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി. വയനാട്ടിലെ ലക്കിടിയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്. ചിറാപുഞ്ചി, മൗസിൻറാം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര. ചിറാപുഞ്ചി, മൗസിൻറാം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര ഖാസിയാണ്. ചിറാപുഞ്ചി, മൗസിൻറാം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിര. ബാൻഗംഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ബാൻഗംഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സർക്രീക്ക്. സർക്രീക്കാണ് ബാൻഗംഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബുത്തു. അരുണാചൽ പ്രദേശിലെ കിബുത്തു ആണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഗുജറാത്തിലെ ഗുഹാർമോത്തിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. പിഗ്മാലിയോൺ ആൻഡ് പാഴ്സൺസ് പോയിന്റ് എന്നും അറിയപ്പെടുന്ന ഗ്രേറ്റ് നിക്കോബാറിലെ ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ലഡാക്കിലെ ഇന്ദിരാകോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം
അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്താണ് ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരി തന്നെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റവും. നാഗാ കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. നാഗാ കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സരാമതി കൊടുമുടി. നാഗാലാൻഡിലെ സരാമതി കൊടുമുടിയാണ് നാഗാ കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ. സിവാലിക്. സിവാലിക് പർവ്വതനിരകളാണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ. ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര സിവാലിക് ആണ് ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിവാലിക്കിന്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകളും കളിമണ്ണും നിറഞ്ഞ പ്രദേശം. ഭാബർ. ഭാബർ ആണ് സിവാലിക്കിന്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകളും കളിമണ്ണും നിറഞ്ഞ പ്രദേശം. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി കാണപ്പെടുന്ന താഴ്വര. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി കാണപ്പെടുന്ന താഴ്വര ഡൂണുകൾ. ഡൂണുകളാണ് സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി കാണപ്പെടുന്ന താഴ്വര. ഏറ്റവും വലിയ ഡൂൺ. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ ആണ് ഏറ്റവും വലിയ ഡൂൺ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂറി. മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പനുഭവപ്പെടുന്ന പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ്. ദ്രാസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പനുഭവപ്പെടുന്ന പ്രദേശം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.